عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين والآل كل والصحابة أجمعين أما بعد. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي أدركني. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ വിജ്ഞാന സദസ്സ് നമ്മിൽ നിന്ന് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. ഇഹപര വിജയത്തിന് കാരണമാക്കി തീർക്കട്ടെ. ഈ വിജ്ഞാന സദസ്സിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നോമ്പിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ശീർഷകം. ഏതൊരു ഇബാദത്തും സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ ആ ഇബാദത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും സമ്മേളിച്ചിട്ടുണ്ടാവണം എന്നതാണ്. നോമ്പിൻ്റെ 2 ഫർളുകളാണ്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പകലിൽ മാറി നിൽക്കുക. ആ നിയ്യത്ത് രാത്രിയിലാവണം എന്നതും റമദാനിൻ്റെ നോമ്പ് എന്ന് പ്രത്യേകം നിർണയിക്കണം എന്നതും നിബന്ധനയാണ്. രണ്ടാമത്തെ ഫർളായ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് റമദാനിൻ്റെ പകലിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ നോമ്പിൻ്റെ പകലിൽ മാറി നിൽക്കുക എന്നതിലെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മുഫത്തിറാത്തു സൗം, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ആകെ 4 എണ്ണമാണ്. ഒന്ന് അൽ ജിമാഉ, സംഭോഗം. രണ്ടാമത്തത് അൽ ഇസ്തിംനാഉ, മനിയ്യ് പുറപ്പെടുവിക്കുക, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക എന്നതാണ്. മൂന്നാമത്തത് അൽ ഇസ്തിഖാഅത്തു, ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നതാണ്. നാലാമത്തത് ദുഖൂലു ഐനിൻ ജൗഫഹു, ശരീരത്തിൻ്റെ ഉള്ള് എന്ന് പറയപ്പെടാൻ പറ്റിയ പൊള്ളയായ ഭാഗത്തിലേക്ക് തടിയുള്ള വല്ല വസ്തു മനഃപൂർവം തുറന്നതോ കൃത്രിമമായി തുറക്കപ്പെട്ടതുമായ ദ്വാരത്തിലൂടെ കടക്കുക എന്നതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ സംഭോഗം, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, മനി പുറപ്പെടുവിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തടിയുള്ള വല്ല വസ്തു ശരീരത്തിൻ്റെ അകത്തിലേക്ക് തുറന്നതോ കൃത്രിമമായി തുറക്കപ്പെട്ടതോ ആയ ദ്വാരത്തിലൂടെ അറിഞ്ഞുകൊണ്ട് പ്രവേശിക്കുക. ഈ 4 കാര്യങ്ങളാണ് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ. ഓരോന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒന്നാമത്തത് സംഭോഗം. സംഭോഗം നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. അതിലൂടെ ഇന്ദ്രിയസ്ഖലനം മനിയ് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. സംഭോഗം എന്ന് പറയുമ്പോൾ ഹഷ്ഫ, പുരുഷന്റെ ഗുഹ്യ ഭാഗം സ്ത്രീയുടെ ഗുഹ്യ ഭാഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അത് സംഭോഗമായി. അത് തന്നെ നോമ്പ് മുറിക്കുന്നതാണ്. അവിടെ ഇന്ദ്രിയം പുറപ്പെടണമെന്ന നിബന്ധനയില്ല. റമദാനിലെ നോമ്പിനെ റമദാനിന്റെ പകലിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സ്വയേച്ഛയോടുകൂടെ ജിമാഉ കൊണ്ട് ആരെങ്കിലും ഫാസിദാക്കിയാൽ, ബാത്തിലാക്കിയാൽ, മുറിച്ചാൽ അത് മഹാപാതകമാണ്. അതിൻ്റെ പരിഹാരമാർഗമായി ചില കഫാറത്തുകളെ, പരിഹാരമാർഗങ്ങളെ പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചില നിബന്ധനകളുണ്ട്. ജിമാഉ കൊണ്ട് മാത്രം നോമ്പ് മുറിച്ചതായിരിക്കണം എന്നതാണ് ഒരു നിബന്ധന. അതായത് ആദ്യം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ജിമാഉ ചെയ്തതല്ല. അപ്പൊ പിന്നെ ജിമാഉ കൊണ്ടല്ലല്ലോ അയാൾ നോമ്പ് മുറിച്ചത്, അയാൾ വെള്ളം കുടിച്ചിട്ടല്ല നോമ്പ് മുറിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജിമാഉ കൊണ്ട് അല്ല അയാൾ നോമ്പ് മുറിച്ചത്, നോമ്പ് മുറിച്ചിട്ടാണ് ജിമാഉ ചെയ്തത്, എങ്കിൽ അവിടെ കഫാറത്ത് നിർബന്ധമാകുന്നില്ല, പരിഹാരമാർഗങ്ങൾ നിർബന്ധമാകുന്നില്ല. രണ്ടാമത്തെ നിബന്ധനയാണ് ആ ദിവസം നോമ്പ് ബാത്തിലാക്കിയ, ഫാസിദാക്കിയ ആ ദിവസം മുഴുവനും അയാൾ നോമ്പിന് അർഹനായ വ്യക്തിയായിരിക്കണം എന്നത്. അപ്പൊ ജിമാഉ കൊണ്ട് ഒരാൾ നോമ്പ് മുറിച്ചു, ജിമാഉ കൊണ്ട് തന്നെയാണ് നോമ്പ് മുറിച്ചത്. പക്ഷേ ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ അസറാകുമ്പോൾ അയാൾക്ക് ഭ്രാന്തായി, അല്ലെങ്കിൽ അയാൾ ബോധം പോയി, അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി.
അപ്പോഴൊന്നും കഫാറത്ത് നിർബന്ധമല്ല. കാരണം ആ ദിവസം മുഴുവനും അയാൾ നോമ്പിന് അർഹനായ വ്യക്തി ആയിരുന്നില്ല, മുക്കല്ലഫ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അയാൾ മരിച്ചുപോയി എന്നതാണ് അവിടുത്തെ കാരണം. മറ്റൊന്ന്, ജിമാവ് കൊണ്ട് നോമ്പ്, റമദാനിലെ നോമ്പ് ഫാസിദാക്കിയവനിക്ക് കഫാറത്ത് നിർബന്ധമാവണമെങ്കിൽ ആ ജിമാവ്, ആ സംഭോഗം നോമ്പ് കാരണം തന്നെ കുറ്റകരമായിരിക്കണം. നോമ്പ് കാരണം തന്നെ കുറ്റകരമായിരിക്കണം എന്ന് പറയുമ്പോ, റമദാനിന്റെ പകലിൽ ഒരാള് ഭാര്യയുമായിട്ട് ജിമാ ചെയ്തതല്ല, മറ്റേതോ അന്യസ്ത്രീയുമായിട്ട് അയാൾ സിന ചെയ്തതാണ് എങ്കിൽ സിന എന്ന് പറയുന്നത് മഹാപാതകമാണ്, വൻദോഷമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കഫാറത്ത് നിർബന്ധമല്ല. കാരണം എന്തുകൊണ്ട്? സിന ചെയ്തത് കുറ്റകരമായത് അത് നോമ്പ് കൊണ്ടല്ലല്ലോ, അത് ഓൾറെഡി കുറ്റകരം തന്നെയല്ലേ. അപ്പൊ നോമ്പ് കൊണ്ട് മാത്രം കുറ്റകരമായ ജിമാ കൊണ്ടാണ് കഫാറത്ത് നിർബന്ധമാകുന്നത്. സിന കൊണ്ട് അയാൾ കുറ്റക്കാരനായത് അത് സിന ആയതുകൊണ്ടാണ്, അല്ലാതെ നോമ്പുകാരനായതുകൊണ്ടല്ലല്ലോ. എന്ന് വെച്ച് സിന പാതകമല്ല, മഹാപരാധമല്ല എന്നാരും മനസ്സിലാക്കണ്ട. അതങ്ങനെ തന്നെയാണ്, വൻദോഷമാണ്, 7 മഹാപാപങ്ങളിൽപ്പെട്ട ഒരു പാപം തന്നെയാണത്. പക്ഷെ കഫാറത്ത് നിർബന്ധമല്ല. പിന്നെ നോമ്പ് ഈ ജിമാ കൊണ്ട് നോമ്പ് മുറിച്ചവൻ മനഃപൂർവ്വം നോമ്പ് മുറിച്ചായിരിക്കണം. അറിയാതെ ജിമാ ചെയ്താൽ കഫാറത്ത് നിർബന്ധമാവില്ല. പിന്നൊന്ന്, ആരോ ഭീഷണിപ്പെടുത്തി നിർബന്ധാവസ്ഥയിൽ ചെയ്തത്, അല്ല ഇന്നിപ്പോ വധിക്കും, നീ ഇപ്പൊ ജിമാ ചെയ്തോ, ഓളുമായിട്ട് കടപ്പുറ പങ്കിട്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ വധിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ജിമാ ചെയ്തതെങ്കിൽ, അയാൾ നിർബന്ധാവസ്ഥയിൽ ചെയ്തു പോയതാണെങ്കിൽ അവിടെയും കഫാറത്ത് നിർബന്ധമില്ല. അതുപോലെ തന്നെ അയാൾ ഇപ്പൊ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നത്ര, അയാൾക്ക് ഈ മസല അറിയില്ല, അയാൾ വിവരദോഷിയാണ്, വിവരമില്ലാത്തവനാണ്, വിവരം ഇല്ലാതിരിക്കാൻ അയാൾക്ക് കാരണമുണ്ട് എങ്കിൽ അവിടെയും കഫാറത്ത് നിർബന്ധമാകുന്നില്ല. ആകയാൽ റമദാനിന്റെ പകലിൽ തന്റെ നോമ്പിനെ ജിമാ കൊണ്ട് ഫാസിദാക്കിയവനിക്ക് കഫാറത്ത് നിർബന്ധമാവണമെങ്കിൽ ആ ജിമാ നോമ്പ് കാരണം കൊണ്ട് തന്നെ കുറ്റകരമായിരിക്കണം. മറ്റൊന്ന്, ജിമാവ് കൊണ്ട് തന്നെയായിരിക്കണം നോമ്പ് ഫാസിദാക്കിയത്. ആ ദിവസം മുഴുവനും അയാൾ നോമ്പിന് അർഹനായിരിക്കണം. ആ ജിമാ ചെയ്ത വ്യക്തി മനഃപൂർവ്വം ജിമാ ചെയ്തതായിരിക്കണം, സ്വയേച്ഛയോടുകൂടി ജിമാ ചെയ്തതായിരിക്കണം, അറിഞ്ഞുകൊണ്ട് ചെയ്തവനായിരിക്കണം. ഇതൊക്കെയും നിബന്ധനകളാണ്. ഇനി എന്താണ് പരിഹാര മാർഗങ്ങൾ? പരിഹാര മാർഗം ഒന്ന്, ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അടിമയെ മോചിപ്പിക്കുക തന്നെ വേണം. പക്ഷെ ഇന്ന് അടിമയെ മോചിപ്പിക്കുക എന്നത് സൗകര്യമുള്ള വിഷയമല്ല. ആയതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജ് 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കണം എന്നുള്ളതാണ്. 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കുക എന്നത് അത് പ്രയാസകരമാണെങ്കിൽ, അയാൾ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ട ആളാണ്, ഒക്കെയാണ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും അശക്തതയോ മറ്റുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ ഓപ്ഷൻ, മിസ്കീനന്മാരോ ഫക്കീറന്മാരോ ആയ 60 പേർക്ക്, അവരിൽ നിന്ന് ഓരോരുത്തർക്കും 1 മുദ്ദ് വീതം ആ നാടിലെ സാധാരണ ഭക്ഷ്യധാന്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുക, ഭക്ഷിപ്പിക്കുക എന്നതാണ്. ഭക്ഷിപ്പിക്കുമ്പോൾ ഇതെന്റെ നോമ്പിന്റെ കഫാറത്താണ് എന്ന് പ്രത്യേകം നിയത്ത് ചെയ്യുകയും വേണം. ഈ മൂന്നിലൊന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാന്നല്ല. ഒന്ന് സൗകര്യം ഇല്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തിലേക്ക് പോകാൻ പറ്റൂ, രണ്ടാമത്തിലേക്ക് സൗകര്യമില്ലെങ്കിൽ മാത്രമേ മൂന്നാമത്തിലേക്ക് പോകാൻ പറ്റൂ. ഒന്നേതായാലും സൗകര്യമാവില്ല. അപ്പം 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കാൻ അശക്തതയുള്ളവർക്ക് മാത്രമേ ഈ 60 മിസ്കീനന്മാർക്ക് അല്ലെങ്കിൽ ഫക്കീറന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന കഫാറത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. മിസ്കീന് എന്ന് പറഞ്ഞാൽ തന്റെ ചിലവിന്റെ പകുതിയിലേറെ വരുമാനമുണ്ട്, പക്ഷെ ചിലവിന് പൂർണ്ണമായിട്ടും തികയുന്നില്ല. ഇവർക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചിലവിന്റെ പകുതിക്ക് പോലും വരുമാനമില്ലാത്ത, ഒന്നും കൂടി താഴെത്തട്ടിലുള്ളവർക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. അവർക്ക് മാത്രമേ ഈ ഭക്ഷിപ്പിക്കൽ, ഈ കഫാറത്ത് നൽകപ്പെടണം. മറ്റൊരു വിഷയം കൂടി ഈ വിഷയമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ ജിമാ ചെയ്ത പുരുഷന് മാത്രമേ കഫാറത്ത് നിർബന്ധമാകുന്നുള്ളൂ. ജിമാ ചെയ്യപ്പെട്ട സ്ത്രീ, ഈ പറഞ്ഞ രീതിയിലുള്ള ജിമാ ചെയ്യപ്പെട്ട സ്ത്രീക്ക് വെറും നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, കഫാറത്ത് നിർബന്ധമില്ല. പുരുഷന് കഫാറത്തും നിർബന്ധമുണ്ട്, നോമ്പ് ഖളാ വീട്ടലും നിർബന്ധമുണ്ട്. ഇനി നോമ്പ് മുറിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇസ്തിംനാ, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, മനീ പുറപ്പെടുവിക്കുക എന്ന വിഷയമാണ് ചർച്ച വിധേയമാക്കപ്പെടുന്നത്. നോമ്പ് പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, അല്ല, മനീ പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ആ മനീ പുറപ്പെടാൻ നമ്മുടെ പ്രവർത്തനം കാരണമാവുക എന്നത്.
ഓക്കെ, അല്ലാതെ അറിയാതെ മനി പുറപ്പെട്ടത് കൊണ്ട് നോമ്പ് മുറിയില്ല. അപ്പൊ സ്വപ്നസ്കലനം കൊണ്ട് നോമ്പ് മുറിയില്ല. നോക്കിയിട്ട് ചിന്തിച്ച് എന്തോ ഒരു എന്താണ് വികാരം തോന്നുന്ന കാര്യത്തെ ചിന്തിച്ച് നോക്കി അതുകൊണ്ട് അറിയാതെ മനി പുറപ്പെട്ടു, അപ്പോഴും നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ മനീന് മുമ്പ് പുറപ്പെടുന്നതായ മതി പുറപ്പെടൽ കൊണ്ടും നോമ്പ് മുറിയുകയില്ല. നോമ്പ് മുറിയുന്നത് സ്വന്തം കൈ കൊണ്ടോ അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ കൈ കൊണ്ടോ ഒക്കെ എന്താണ് മനി അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ തൊട്ടാൽ ഉളു മുറിയുന്നവരായ ഭാര്യയോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളോട് എന്താണ് തൊലി തമ്മിൽ സ്പർശിച്ചത് കൊണ്ടോ ഒക്കെ മനി പുറപ്പെട്ടാലാണ് നോമ്പ് മുറിയുന്നത്. മറയോടുകൂടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു, ഭാര്യയെ ചുംബിച്ചു, അപ്പോൾ മനി അറിയാതെ പുറപ്പെട്ടു എങ്കിൽ അവിടെ നോമ്പ് മുറിയുകയില്ല. മറയില്ലാതെ അങ്ങനെ മനി ചുംബിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ കാരണമായിട്ട് മനി പുറപ്പെട്ടതാണെങ്കിൽ അവിടെ നോമ്പ് മുറിയുന്നതാണ്. ഒരാൾക്ക് സാധാരണ ഇങ്ങനെ ചിന്തിച്ചാൽ മനി വരുന്നു അല്ലെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ മനി വരുന്നു എന്ന് അറിയാം, അങ്ങനത്തെ ഒരു അസുഖമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയാള് വികാരം തോന്നിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചതാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മനി പുറപ്പെടുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് നോക്കിയത് എങ്കിൽ ആ നോട്ടം കൊണ്ട് നോമ്പ് മുറിയും. ഇനി ഭാര്യയെ കെട്ടിപ്പിടിക്കുമ്പോ ഭാര്യയെ ചുംബിക്കുമ്പോ അത് മറയോടുകൂടെ ചുംബിച്ച് അറിയാതെ മനി പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചുംബിക്കലും അങ്ങനെ കെട്ടിപ്പിടിക്കലിന്റെ ഉദ്ദേശം തന്നെ മനി പുറപ്പെടിക്കലാണ് എങ്കിൽ പിന്നെ നോമ്പ് മുറിയും. മറ്റേത് അങ്ങനെയല്ല. ഹറാമോ ഹലാലോ ആയ രീതിയിൽ ഒരാൾ മനി പുറപ്പെടുവിച്ചു, തന്റെ കൈ കൊണ്ടോ തന്റെ ഭാര്യയുടെ കൈ കൊണ്ടോ. മനി പുറപ്പെടുവിക്കുക എന്ന ലക്ഷ്യം അയാൾക്കില്ല, പക്ഷെ ആ കൈ അയാൾ ഉപയോഗിച്ചു, അറിയാതെ മനി പുറപ്പെട്ടു, നോമ്പ് മുറിഞ്ഞു. അവിടെ പ്രവർത്തനം മാത്രം മതി, ഉദ്ദേശമുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വിവാഹബന്ധം ഹറാമായ മഹറമായ പെങ്ങന്മാരോ ഉമ്മയോ അതുപോലത്തെ ആൾക്കാരെ നാം സ്പർശിക്കൽ കൊണ്ട് അറിയാതെ മനി പുറപ്പെട്ടു പോയാൽ അവിടെയും നോമ്പ് മുറിയുകയില്ല. അവിടെ മറയില്ലാതെ സ്പർശിച്ചാണെങ്കിൽ പോലും. മറ ഇല്ലാതെ സ്പർശിച്ചാൽ നോമ്പ് അങ്ങനെ മുറിയണമെങ്കിൽ, മനി പുറപ്പെടൽ കൊണ്ട് നോമ്പ് മുറിയണമെങ്കിൽ അത് അന്യ സ്ത്രീയോ അല്ലെങ്കിൽ തൊട്ടാൽ ഉളു മുറിയുന്ന ഭാര്യയോ ആയിരിക്കണം. അപ്പോഴേ നോമ്പ് മുറിയുകയുള്ളൂ. ഇൻഷാ അള്ളാഹ്. അപ്പോൾ നോമ്പ് മുറിയുന്ന രണ്ടാമത്തെ കാര്യവും നാം പരമാവധി ചർച്ച വിധേയമാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ കാര്യം അൽ ഇസ്തിഖാഅത്തു, ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നതാണ്. അതായത് അറിയാതെ ഛർദ്ദിച്ചു പോകൽ നോമ്പ് മുറിക്കുകയില്ല എന്നത് വ്യക്തമായി. അതാ ഛർദ്ദിച്ചതിൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്വാധീനമില്ല, അറിയാതെ ഛർദ്ദിച്ചു പോയതാണ് എങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഛർദ്ദിക്കാൻ വേണ്ടി തന്നെ നാം എന്തെങ്കിലും മടപ്പിക്കുകയോ നാം തൊണ്ട കൈയിടുകയോ ഒക്കെ ചെയ്താലാണ് ആ ഛർദ്ദിയിലൂടെയാണ് നോമ്പ് മുറിയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കഫം, തൊണ്ടയിലോ മറ്റോ കിണിഞ്ഞ കഫം അല്ലെങ്കിൽ തലച്ചോറിന്റെ ആ ഭാഗത്ത് കിണിഞ്ഞ കഫം ഉണ്ടല്ലോ, ആ കഫം നാം അതിനെ എടുത്ത് തുപ്പുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നോമ്പ് മുറിക്കുന്ന അവസാനത്തെ നാലാമത്തെ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ചാണ്. നോമ്പ് മുറിക്കുന്ന നാലാമത്തെ കാര്യമാണ് തടിയുള്ള വസ്തു, എന്ന് വെച്ചാൽ കാറ്റല്ലാത്തത് എന്നർത്ഥം. അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിലും ഖരരൂപത്തിലുള്ളതാണെങ്കിലും തടിയുള്ള വസ്തു ശരീരത്തിന്റെ തുറന്ന ദ്വാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ കൃത്രിമമായി തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെയോ ശരീരത്തിന്റെ ഉള്ള് എന്ന് പറയപ്പെടാൻ പറ്റിയ സ്ഥലത്തിലേക്ക് മനഃപൂർവ്വം പ്രവേശിക്കൽ. ഓക്കെ. അപ്പൊ ഇവിടെ നോമ്പ് മുറിക്കണമെങ്കിൽ ഒന്ന് ശരീരത്തിന്റെ തുറന്ന ദ്വാരത്തിലൂടെ പ്രവേശിക്കണം എന്നുള്ളതാണ്. തുറന്ന ദ്വാരം ഏതാണ്? ഓൾറെഡി തുറന്നിട്ടുള്ള ദ്വാരം 2 ചെവികള്, മൂക്ക്, വായ, പിന്നെ 2 ഗുഹ്യ ദ്വാരങ്ങൾ ഉണ്ടല്ലോ, മൂത്രയിക്കുന്ന ദ്വാരവും പിന്നെ കാഷ്ടിക്കുന്ന ദ്വാരവും. അതുപോലെ തന്നെ മുലക്കണ്ണി, മുലയുടെ കണ്ണി, ഇതൊക്കെയാണ് തുറന്ന ദ്വാരങ്ങളായി ഫിഖ്ഹ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലൂടെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. മൂക്കിലേക്ക് മരുന്നുറ്റിക്കുക, അതുപോലെ തന്നെ ചെവിയിലേക്ക് മരുന്നുറ്റിക്കുക, വായിലൂടെ കടന്ന് അത്
ഈ ഹാ ഉച്ചരിക്കുന്നില്ലേ, തൊണ്ട വിട്ട് കടക്കണം, അപ്പേ നോമ്പ് മുറിയുകയുള്ളൂ. വായിൽ വെച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഗുദദ്വാരം, കാഷ്ടം വരുന്ന ദ്വാരം. അപ്പൊ അവിടെ നമ്മൾ കൈ അറിയാത്ത കാഷ്ടിച്ച് ശുദ്ധിയാക്കുന്ന സമയത്ത് കൈന്റെ വിരലുകൾ അറിയാത്ത ഉള്ളോട്ട് പോയാൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെ പുറത്ത് വന്ന കാഷ്ടം നാം മുകളിലേക്ക് വലിക്കുമ്പോൾ അത് മുറിയാതെ നിന്നിട്ടുണ്ട്, മുകളിലേക്ക് ഇടാതെ കയറിപ്പോയി, കാഷ്ടിക്കുന്ന സമയത്ത് മുകളിലേക്ക് വലിക്കുമ്പോൾ അപ്പോഴും നോമ്പ് മുറിയും. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നോമ്പിന്റെ പകലിൽ കാഷ്ടിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണത്. നാം കാഷ്ടിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് കൈവിരലുകൾ അകത്തേക്ക് കടത്താതെ നോക്കുക, ഒന്ന്. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ കാഷ്ടം പൂർണ്ണമായി പുറത്തു പോയിപ്പിക്കുക. അത് മുറിയാതെ കിടക്കുന്ന സമയത്ത് മുകളിലോട്ട് വലിച്ച് പുറത്തു വന്ന് രണ്ടാമത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോയാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും, നോമ്പ് മുറിഞ്ഞു പോകും. അതുകൊണ്ടാണ് മഹാന്മാർ പഠിപ്പിച്ചത് റമദാനിന്റെ പകലിൽ കാഷ്ടിക്കൽ പരമാവധി ഒഴിവാക്കലാണ് സൂക്ഷ്മത ഏറ്റവും ഹൈറ് എന്ന് വെച്ച് പകല് സമയത്ത് ഒരാൾക്ക് കാഷ്ടിക്കാൻ മുട്ടിയാൽ അത് പിന്തിപ്പിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്നല്ല. പിന്നെ രാത്രി തന്നെ കാഷ്ടിക്കാനുള്ള എന്തെങ്കിലും ടെൻഡൻസി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാഷ്ടിച്ച് പകലിലേക്ക് അത് മാറ്റി വെക്കാതിരിക്കലാണ് സൂക്ഷ്മത എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അറിയാതെ നമ്മുടെ നോമ്പ് ഫാസിദായി പോകാൻ ചിലപ്പോഴൊക്കെ അത് കാരണമായി തീരും. അതുപോലെ തന്നെയാണ് മൂത്രയിക്കുന്ന ദ്വാരത്തിലൂടെ അകത്തോട്ട് വല്ലതും കടത്തിയാൽ അവിടെയും നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ ഈ സലിസിൽ ബൗലിന്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉള്ളോട്ട് പരത്തി ഇടരുത്, അത് പുറത്ത് തന്നെ കെട്ടിയാൽ മതി. ഉള്ളോട്ട് ഇട്ടാൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഇസ്തിഹാദത്തിന്റെ രോഗരക്തകാരിയായ സ്ത്രീകൾ അവര് പരത്തി ഉള്ളോട്ട് വെച്ചാൽ നോമ്പ് മുറിയും. ഉള്ളോട്ട് അന്ന് നോമ്പ് കാലത്ത് പരത്തി വെക്കണ്ട, പുറത്ത് പരത്തി വെച്ചാൽ, ഉള്ളോട്ട് കയറ്റി വെക്കണ്ട, പുറത്ത് എന്തെങ്കിലും ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെ എന്താണ് മൂക്കിലൂടെ കയറ്റിയാൽ നോമ്പ് മുറിയല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മൂക്കിലൂടെ നാം ഊതു കൊടുക്കുന്ന സമയത്ത് അറിയാതെ മൂക്കിലൂടെ വെള്ളം കയറിയാൽ നോമ്പ് മുറിയും. മൂക്കിലൂടെ എന്താണ് മൂക്കിലൂടെ വെള്ളം കയറ്റി ചീത്തുക എന്ന സുന്നത്തുണ്ടല്ലോ. അപ്പൊ അത് റമദാനിന്റെ പകലിൽ നോമ്പ് നോക്കുന്ന സമയത്ത് അത് വളരെ ലഘുവാക്കലാണ് സുന്നത്ത്. അവിടെ അമിതമാക്കൽ സുന്നത്തില്ല, അത് കറാഹത്താണ്. അങ്ങനെ ആ കറാഹത്ത് ചെയ്ത് അറിയാതെ വെള്ളം തെരിമൂക്കിലേക്ക് കയറിയാൽ നോമ്പ് മുറിയുന്നതാണ്. മൂക്കിലൂടെ എന്തെങ്കിലും കയറിയിട്ട് നോമ്പ് മുറിയണമെങ്കിൽ തെരിമൂക്കിലേക്ക് എത്തണം. വായിലൂടെ കയറിയിട്ട് നോമ്പ് മുറിയണമെങ്കിൽ അത് തൊണ്ട വിട്ട് കിടക്കണം, അപ്പോഴാണ് അത് നോമ്പ് മുറിയുക. അല്ലെങ്കിൽ വായിലുള്ളത് കൊണ്ട് മാത്രം നോമ്പ് മുറിയുന്നതല്ല. മൂലക്കുരുന്റെ അസുഖമുള്ള ആൾക്കാരുണ്ടാവും, അവർ കാഷ്ടിക്കുന്ന സമയത്ത് അവരുടെ ഗുദദ്വാരത്തിൽ നിന്ന് അറച്ചി പോലത്തെ എന്തോ പുറത്തു വരും, അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനത്തെ അത് പുറത്തു വന്നാൽ അതിന് രണ്ടാമതും കൈവിരലുകളെ കൊണ്ട് ഉള്ളോട്ട് കടത്തുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. നോമ്പ് മുറിയേണ്ടതാണ്, പക്ഷെ അത് അനിവാര്യ സാഹചര്യമായതുകൊണ്ട് അത് നോമ്പ് മുറിയിക്കുകയില്ല എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചത്. ഓക്കെ. പക്ഷെ അത് ഉള്ളോട്ടിടുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകൾ ഉള്ളോട്ട് കടക്കാതെ നോക്കണം, അത് മാത്രം ഉള്ളോട്ട് കടത്തിയാൽ മതി. അതുപോലെ തന്നെ നാം ഭക്ഷണം കഴിച്ച് നമ്മുടെ എന്താണ് അത്താഴൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് ബാങ്ക് കൊടുത്തു, അപ്പൊ നമ്മുടെ വായിൽ ഉമ്മനീര് നാം കഴിച്ച ഭക്ഷണവുമായി കലർന്നിട്ടുണ്ട്. അപ്പൊ നാം അത് തുപ്പിയാലും അതിൽ കലർന്നിട്ട് ചിലത് ബാക്കി ഉണ്ടാവും, ചില അംശങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും, ടേസ്റ്റുകളൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് വേർതിരിച്ച് അതിനെ തുപ്പാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിരിക്കെ ആ ഉമ്മനീര് അറിയാതെ അകത്തോട്ട് കടന്നു, അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നമുക്കത് വേർതിരിച്ച് അതിൽ നിന്ന് തടിയുള്ള വസ്തു, ഉമ്മനീരിൽ നിന്ന് തടിയുന്ന വസ്തുവിനെ വേർതിരിച്ച് പുറത്തോട്ട് തുപ്പാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അറിയാതെ ഉള്ളോട്ട് പോയാൽ നോമ്പ് മുറിയുകയില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഷറഅ് സുന്നത്തായിട്ടോ ഫറളായിട്ടോ നിർദ്ദേശിച്ച കുളി, ഫറളായത് ജനാബത്ത് കുളി ഫറളല്ലേ, റമദാന്റെ പകലിൽ അറിയാത്ത സ്വപ്നസ്ഖലനം ഉണ്ടായി, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പുണ്ടായി, സുബഹി കഴിഞ്ഞിട്ടാണല്ലോ കുളിക്കുന്നത്. അപ്പൊ റമദാന്റെ പകലിൽ നിർബന്ധ കുളിക്ക് സാധ്യത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ജുമാന്റെ ദിവസമാണ്, അപ്പൊ സുന്നത്തായ കുളി നിർദ്ദേശിക്കപ്പെട്ട കുളി. അപ്പൊ ഷറഅ് നിർദ്ദേശിച്ച സുന്നത്തോ അതുപോലെ തന്നെ നിർബന്ധവുമായ കുളി, ആ കുളി അയാൾ കുളിക്കേണ്ടത് കോരിയാണ് കുളിക്കേണ്ടത്, മുങ്ങി കുളിക്കാൻ പാടില്ല. അങ്ങനെ അയാൾ കോരി തന്നെയാണ് കുളിച്ചത്. അങ്ങനെ കുളിക്കൽ കൊണ്ട് അയാളുടെ വല്ല ദ്വാരങ്ങളിലൂടെ അറിയാതെ വെള്ളം അകത്തോട്ട് കടന്നുവെങ്കിൽ നോമ്പ് മുറിയുകയില്ല.
വെള്ളിയാഴ്ചത്തെ ജുമാന്റെ കൂടെ അയാൾ മുങ്ങിയാണ് കുളിച്ചത്, അപ്പൊ അറിയാതെ കടന്നു, എങ്കിൽ നോമ്പ് മുറിയും. കാരണം അത് ഷറഅ് നിർദ്ദേശിച്ച കുളി തന്നെയാണ്. പക്ഷെ ഷറഅ് നിർദ്ദേശിച്ചതുപോലെ അയാൾ കുളിച്ചിട്ടില്ല. ഷറഅ് നിർദ്ദേശിച്ചത് മുങ്ങി കുളിക്കാനല്ല, കോരി കുളിക്കാനാണ്. ഓക്കെ, അപ്പൊ ഷറഅ് നിർദ്ദേശിച്ച കുളി, ഷറഅ് നിർദ്ദേശിച്ചതുപോലെ ഒരാൾ കുളിക്കുകയും അറിയാതെ തന്റെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തോട്ട് താടിയുള്ള വല്ല വസ്തു പ്രവേശിക്കുകയും ചെയ്താൽ, വെള്ളം പ്രവേശിക്കുകയും ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. നേരത്തെ പറഞ്ഞല്ലോ, നോമ്പുകാരന് റമദാന്റെ പകലിൽ അയാൾക്ക് മൂക്കിൽ വെള്ളം കയറ്റിച്ച് തന്നെ ലഘുവാക്കലാണ് സുന്നത്ത്, അമിതമാക്കൽ കറാഹത്താണ്. അങ്ങനെ ഒരാൾ അമിതമാക്കി അറിയാതെ ഉള്ളോട്ട് മൂക്കിലേക്ക് വെള്ളം കയറിപ്പോയി എങ്കിൽ നോമ്പ് മുറിയും. അയാൾ മിതമായിട്ട് തന്നെയാണ് ചെയ്തത്, പക്ഷെ അറിയാതെ മുകളിലോട്ട് കടന്നുപോയി എങ്കിൽ നോമ്പ് മുറിയുകയില്ല. കാരണം ഷറഅ് നിർദ്ദേശിച്ചത് പോലെയാണ് അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അറിയാതെ ഉള്ളോട്ട് പോയതാണ് എങ്കിൽ നോമ്പ് മുറിയുകയില്ല. എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വായിൽ വല്ലതും ഒരാൾ വെച്ചു. ആവശ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചികിത്സ ആവശ്യമായിരിക്കും. പല്ലുവേദനക്ക് മരുന്നൊക്കെ വായിൽ വെക്കലുണ്ട്, അങ്ങനെ വെച്ചതായിരിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചവച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാർ വായിലൊക്കെ ചിലതൊക്കെ വെക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വായിൽ വല്ലതും വെച്ചു. വെച്ച വസ്തു അറിയാതെ ഉള്ളോട്ടങ്ങ് കടന്നുപോയി, ഹൽക്ക് വിട്ട് കടന്നുപോയി എങ്കിൽ നോമ്പ് മുറിയും. അത് ആവശ്യത്തിന് വേണ്ടി വെച്ചതാണെങ്കിൽ പോലും നോമ്പ് മുറിയും. പക്ഷെ ആ വെച്ച വസ്തുവിനെ അറിയാതെ അയാൾ മറന്നുകൊണ്ട് വിഴുങ്ങിയതാണ്, ഉള്ളോട്ട് കടന്നുപോയതല്ല, വിഴുങ്ങിയതാണ്, അറിയാതെ മറന്നുകൊണ്ട് വിഴുങ്ങിയതാണ് എങ്കിൽ നോമ്പ് മുറിയുകയില്ല. അപ്പൊ അറിയാതെ കടന്നുപോയാൽ നോമ്പ് മുറിയും, മറന്നുകൊണ്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല. ഇനി ഒരാൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല, ഈ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രഭാതം ആകുന്നത്, അല്ലെങ്കിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത്, സുബഹിന്റെ സമയമാകുന്നത്. ഉടനെ തന്നെ വായിലുള്ളത് അയാൾ തുപ്പിക്കളഞ്ഞു. അല്ലെങ്കിൽ അയാൾ അത്താഴ സമയത്ത് അയാൾ ബാങ്ക് കൊടുക്കാൻ അടുത്ത സമയത്ത് അയാൾ ഭാര്യയുമായി സംഭോഗത്തിലാണ്. ആ സുബഹിന്റെ സമയമാകുമ്പോൾ ഉടനെ തന്നെ അയാൾ എന്താക്കി, ആ പണി മാറ്റിവെച്ചു. ഉടനെ തന്നെ അയാൾ അതിൽ നിന്ന് മാറി നിന്നു. അപ്പോഴൊന്നും നോമ്പ് മുറിയുന്നതല്ല. ഓക്കെ, പിന്നെ തന്റെ ഉദ്ദേശമില്ലാതെ അറിയാതെ വായിലേക്ക് വല്ല പൊടിയോ അല്ലെങ്കിൽ ഈച്ചയോ മറ്റോ അകത്തോട്ട് കടന്നു, അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുകയില്ല. കാരണം അത് അറിഞ്ഞുകൊണ്ടല്ലല്ലോ കടന്നത്, അറിയാതെ എന്തോ ഈച്ചയോ മറ്റോ മൂക്കിലേക്കോ വായിലേക്കോ കയറിപ്പോയതാണ്. അങ്ങനെ ഈച്ച മൂക്കിലേക്ക് കയറിപ്പോയി, വായിലേക്ക് കയറിപ്പോയി, അതിനെ ഓപ്പറേഷൻ ആക്കി രണ്ടാമത് എടുത്താൽ നോമ്പ് മുറിയും. അത് എടുക്കേണ്ടത് തന്നെയല്ലേ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവൂലേ? അതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ നോമ്പ് മുറിച്ചതിൽ കുറ്റക്കാരനല്ലെങ്കിലും നോമ്പ് മുറിയും, നോമ്പ് മുറിയും. ചിലപ്പോൾ നോമ്പ് മുറിക്കൽ നിർബന്ധമായ സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ, അതന്നെ. അപ്പൊ ആ സാഹചര്യത്തിൽ പെടുത്തിയാൽ മതി, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ. നോമ്പ് മുറിയും. ആ പോയ ഈച്ചയെ രണ്ടാമത് ഓപ്പറേഷൻ ആക്കിയിട്ടോ മറ്റോ എടുത്താൽ നോമ്പ് മുറിയും, പോയത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇപ്പോൾ നാം ചർച്ച ചെയ്തത് ശരീരത്തിന്റെ തുറന്ന ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തു ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മൂക്കിലൂടെ, രണ്ട് ചെവിയിലൂടെ, വായിലൂടെ, അതുപോലെ തന്നെ രണ്ട് ഗുഹ്യ ദ്വാരങ്ങളിലൂടെ, മുലക്കണ്ണിയിലൂടെ ഒക്കെ വല്ലതും പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇത് തുറന്ന ശരീരത്തിന്റെ ദ്വാരങ്ങളാണ്. ഇനി കൃത്രിമമായി തുറക്കപ്പെട്ട ദ്വാരങ്ങൾക്കും ഇതേ മസലയാണ് ഉള്ളത്. ഒരാളുടെ തല പൊട്ടി, അപ്പൊ ആ പൊട്ടിയ ഭാഗത്തിലൂടെ മരുന്ന് ഇട്ടു കൊടുക്കുകയാണ്. അപ്പൊ തലച്ചോറിന്റെ ഭാഗം പൊള്ളയ ആ ഭാഗമല്ലേ, അപ്പൊ ആൾക്ക് മരുന്ന് ഇട്ട് ചൊട്ടാൻ നോമ്പ് മുറിയും. ആ പരിധിയിലാണ് ഇഞ്ചക്ഷൻ പെടുക. ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ഇഞ്ചക്ഷൻ. അപ്പൊ അത് ഇഞ്ചക്ട് ഇഞ്ചക്ഷനിലൂടെ കൃത്രിമമായി ദ്വാരം തുറക്കപ്പെടുകയാണല്ലോ. അപ്പൊ കൃത്രിമമായി തുറക്കപ്പെട്ട ദ്വാരം എന്ന് ഇഞ്ചക്ഷന്റെ ദ്വാരത്തിനെ പറ്റി പറയാം. അപ്പൊ ആ ദ്വാരത്തിലൂടെ വല്ലതും അകത്തോട്ട് പ്രവേശിച്ചാൽ, മരുന്നോ മറ്റോ പ്രവർത്തിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്ന ചർച്ചയാണ് ഇനി പറയാൻ പോകുന്നത്. ഇഞ്ചക്ട് ചെയ്യുന്നത് മസിലിലേക്കാണ് എങ്കിൽ, ചില തെരപ്പിന്റെ ഇഞ്ചക്ഷനൊക്കെ, TT പോലത്തെ തെരപ്പിന്റെ ഇഞ്ചക്ഷനൊക്കെ അത് മസിലിലേക്കാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ മസിലിലേക്ക് കൊടുത്താൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നത് ഉറപ്പാണ്, നോമ്പ് മുറിയുകയില്ല. കാരണം ദ്വാരം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കടക്കുന്നത് മസിലിലേക്കാണ്, ശരീരത്തിന്റെ ഉള്ളു എന്ന് പറയപ്പെടാൻ പറ്റിയ സ്ഥലത്തിലേക്കല്ല. ഓക്കെ, ഇനി ഇഞ്ചക്ട് ചെയ്യുന്നത് ഈ പള്ളയിലേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യാണ് എങ്കിൽ അവിടെ നോമ്പ് മുറിക്കും. കാരണം കൃത്യമായി തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ
ശരീരത്തിന്റെ ജൗഫ്, ഉള്ള് എന്ന് പറയപ്പെടാൻ പറ്റിയ സ്ഥലത്തിലേക്ക് ഒരു തടിയുള്ള വസ്തു, മരുന്നോ മറ്റോ പ്രവേശിക്കുന്നുണ്ട് അവിടെ, അതുകൊണ്ട് നോമ്പ് മുറിയും. ഇനി ഈ ഇഞ്ചക്ട് സാധാരണ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഒക്കെ കുത്തറുണ്ടല്ലോ, അതൊക്കെ എവിടേക്കാണ്? അത് ഞരമ്പിലേക്കാണ്. ഈ ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇന്നത്തെ പല പണ്ഡിതന്മാർക്കും എതിരഭിപ്രായമുണ്ട്. മുറിയുമെന്ന് പറയുന്നവരും മുറിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഈ ഞരമ്പിന്റെ ഉൾഭാഗത്തെ പറ്റി അതൊരു പൊള്ളയായ ഭാഗം, ശരീരത്തിന്റെ ഉൾഭാഗം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നതിനെ അവലംബിച്ചിട്ടാണ് ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ വരുന്നത്. ആകയാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരൊക്കെ നോമ്പ് മുറിയില്ല എന്ന് പറയുന്നവരാണ്. അതിനവർ പല കാരണങ്ങളും പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ ചർച്ച വിധേയമാക്കുന്നില്ല. അപ്പോ ആ നോമ്പ് മുറിയുകയില്ല, ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ ഗ്ലൂക്കോസ് കുത്തിയാലൊന്നും നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എങ്കിലും റമദാനിന്റെ പകലിൽ പരമാവധി അത്തരം ഞരമ്പിലേക്കുള്ള ഇഞ്ചക്ഷനൊക്കെ പരമാവധി ഒഴിവാക്കലാണ് വേണ്ടത്. കാരണം പല പണ്ഡിതന്മാരും അത് നോമ്പ് മുറിയും എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെയും പരിഗണിച്ചുകൊണ്ട് നാം അവിടെ സൂക്ഷ്മത പാലിക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി അനിവാര്യ സാഹചര്യത്തിൽ, ആവശ്യഘട്ടത്തിലൊക്കെ നമുക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. നോമ്പ് മുറിയുന്നില്ല എന്ന അഭിപ്രായത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ്. അല്ലാതെ എനിക്കായിട്ട് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള പാണ്ഡിത്യം നമുക്കില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സൂക്ഷ്മതയുടെ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ക്ലാസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും ഒരു അവ്യക്തതയുള്ള പദപ്രയോഗങ്ങളോ അവതരണമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. അള്ളാഹു അവന്റെ സ്വാലിഹീങ്ങളിലും റമദാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരിലും നമ്മയും നമ്മുടെ വാപ്പുമ്മമാർ, ഉസ്താദന്മാർ, സ്നേഹിച്ച, സഹായിച്ച, സഹകരിച്ച ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.